Hi, good afternoon once again. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പ് തിയറിയുടെ ചില ഫണ്ടമെന്റൽസ് കണ്ടു. 4 റൂൾസിനെ പറ്റി കണ്ടു. അത് ഈ ഒരു ഗ്രൂപ്പിൽ എലമെന്റ്സ് തമ്മിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത്. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ 4 റൂൾസ് നമുക്ക് ഓർമ്മയുണ്ടാവും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആ റൂൾസ് ഓർത്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. ഞാൻ ആ സമയം കൊണ്ട് സ്ലൈഡുകൾ എടുക്കുകയാണ്. ഫസ്റ്റ്, അഡ്ഹറൻസ് ടു ക്ലോഷർ റൂൾ. അഡ്ഹറൻസ് ടു ക്ലോഷർ റൂൾ എന്താ? ക്ലോഷർ റൂൾ പറഞ്ഞത് എന്താ? ഒരു ഗ്രൂപ്പിലെ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പിലെ 2 എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് ആ ഗ്രൂപ്പിൽ മെമ്പർ ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ അതിലൊരു വേറെ മെമ്പർ ആയിരിക്കണം, ഏത് ഓപ്പറേറ്റർ ആയാലും. നമുക്ക് നോക്കാം. പ്രൂഫാണിത്. യു കൺസിഡർ ദിസ് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂൾ എക്സ് ഇൻ ദ YZ പ്ലെയിൻ. ഈ ബോർഡിന്റെ അല്ലെങ്കിൽ സ്ക്രീനിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് YZ പ്ലെയിൻ ആണ്. ഇതിലെ ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയുന്നത് Z ആക്സിസ് ആണ്, അല്ലേ? മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. Z ആക്സിസ് ആണ്, C2 ആക്സിസ് ആണ് അത്. അപ്പൊ ഞാൻ ഈ മോളിക്യൂൾ YZ പ്ലെയിനിൽ നിൽക്കുന്ന മോളിക്യൂളിനെ σVXZ പ്ലെയിനിൽ ഒരു റിഫ്ലക്ഷൻ എടുക്കുന്നു. ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ മോളിക്യൂളിനെ V ഷേപ്പിൽ ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ മോളിക്യൂളിനെ 2 ഹാഫായിട്ട്, ഓക്സിജൻ ആറ്റത്തിൽ കൂടെ 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്ലെയിൻ, അതിനെ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഈ മൗസ് പോയിന്റ് ഞാൻ കാണിക്കാം. HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും മാറി. ആ റിസൾട്ടിന് സ്ട്രക്ചർ നോക്കിയേ. HB HA. ഇനി മോളിക്യൂള് YZ പ്ലെയിനിൽ നിൽക്കുന്നു. ആ പ്ലെയിനിൽ തന്നെ ഞാൻ റിഫ്ലക്ഷൻ എടുക്കുന്നു. ഏതാ റിഫ്ലക്ഷൻ? 2 ഹൈഡ്രജൻ ആറ്റത്തിൽ കൂടെയും ഓക്സിജൻ ആറ്റത്തിൽ കൂടെയും കടന്നു പോകാവുന്ന ഒരു പ്ലെയിൻ. അപ്പോൾ സ്ഫെറിക്കലായിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഓക്സിജൻ ആറ്റവും എന്താ പറയുക, 2 പാർട്ടിലും പകുതി വീതം. അപ്പോൾ ഒരു പകുതി HA ഇപ്പുറത്തും ഒരു പകുതി HA അപ്പുറത്തും. ബോർഡിന്റെ പ്ലെയിനിൽ ഞാൻ റിഫ്ലക്ഷൻ, അതായത് മോളിക്യൂളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതിൽ ഇപ്പുറത്തെ പ്ലെയിനോ അപ്പുറത്തെ പ്ലെയിനോ ആയാലും സെയിം സിറ്റുവേഷൻ ആണ്. നോക്കൂ, ഈ റിസൾട്ടന്റ് മോളിക്യൂളിനെ ഞാൻ എന്ത് ചെയ്തു? σ-VYZ പ്ലെയിനിൽ റിഫ്ലക്ഷൻ എടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ മോളിക്യൂൾ നോക്കി, അതുപോലെ തന്നെ ഇരിക്കും. നോക്കൂ, ഇതേ ഓപ്പറേഷൻ തന്നെയാണ് C2Z കൊണ്ട് ഉണ്ടാക്കുന്ന ഓപ്പറേഷൻ. എന്താ C2Z? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ മോളിക്യൂൾ തന്നെയാണ് ഇതും. ഇതിനെ ഈ പ്ലെയിനിൽ, ഈ ആക്സിസിൽ മൗസ് പോയിന്റ് കൊണ്ട് കാണിക്കുന്നു. ഈ ആക്സിസിൽ ഞാൻ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? എങ്ങനെയായാലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുക. പക്ഷേ ബൈ തിയറി ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓപ്പറേഷനൊക്കെ ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ബൈ തിയറി അങ്ങനെയാണ്. പക്ഷെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോഴും ക്ലോക്ക് വൈസിൽ റൊട്ടേഷൻ നടത്താൻ നമ്മൾ ചെയ്യും. കാരണം നമ്മളിപ്പോഴും വലത്തോട്ട് തിരിയണം, വലത്തോട്ട് നോക്കണം, വലതുകാലം വെച്ച് കയറണം എന്നുള്ള ചിന്താഗതി ഉള്ളതിന്റെ പേരിൽ നമ്മളിപ്പോഴും വലത്തോട്ട് ക്ലോക്ക് വൈസിൽ ചിന്തിക്കുന്നു. ശരിക്കും തിയറിറ്റിക്കലി അത് ആന്റി ക്ലോക്ക് വൈസിലാണ് അത് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആ C2 ആക്സിസിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C2Z 180 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും മൂവ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്ത്. അപ്പൊ നോക്കൂ, നേരത്തെ പറഞ്ഞ 2 ഓപ്പറേഷൻ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അത് പ്രൊഡക്റ്റ് ഓഫ് സിമെട്രി എലമെന്റ് ആണ്. അത് ഇതിൽ ആദ്യം ചെയ്ത ഏതാ? σVXZ. രണ്ടാമത് ചെയ്ത ഏതാ? σ-VYZ. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? σ-VYZ ഡോട്ട് σVXZ. നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സിമെട്രി ഓപ്പറേഷൻസ് എഴുതേണ്ടത്. ഈസ് ഈക്വൽ ടു C2Z എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് വാട്ടർ മോളിക്യൂളിന്റെ കേസിലെ സിമെട്രി സെറ്റ് ഓഫ് എലമെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത് ഏതാ? σVZ, σ-VYZ, C2Z. ഇങ്ങനെ 4 എലമെന്റ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഓർക്കണ്ടോ? ഈ 4 എലമെന്റില് ഇപ്പൊ നമ്മൾ എടുത്തിട്ടില്ലേ, ബാക്കി 3 നമ്മൾ എടുത്തു. σVXZ, σ-VYZ. ഇതിന്റെ 2ന്റെയും പ്രൊഡക്റ്റ് ആണ് C2Z എന്നാണ് അപ്പൊ ഞാൻ ഇത് കാണിച്ചത്. നോക്കൂ, σ-VYZ ഡോട്ട് σVXZ. ഇത് നമ്മൾ ആദ്യം ചെയ്ത് σVXZ ഉണ്ട്, അതുകൊണ്ട് അത് റൈറ്റിൽ എഴുതി. അതിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ആദ്യത്തെ 2 ഓപ്പറേഷനുകളിലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ കാണിച്ചത്. ഈസ് ഈക്വൽ ടു C2Z. അപ്പൊ ആ സെറ്റിൽ 4 എലമെന്റ് ഉള്ള ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആയിരുന്നത് ഏതൊക്കെയായിരുന്നു? σ-VXZ, σ-VYZ, C2Z. ഈ 4 അതിനകത്തുണ്ട്.
ഈ 4 ഈ 2 ഓപ്പറേറ്ററുകളുടെ പ്രൊഡക്റ്റാണ് അതിലെ വേറൊരെണ്ണം C2 സെറ്റ്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. The product C2Z is also an element of the group. You consider another multiplication. See, sigma v x z ഓപ്പറേറ്റ് ചെയ്യുന്നു ഒറിജിനൽ വാട്ടർ മോളിക്യൂളിൽ YZ പ്ലെയിനിൽ നിൽക്കുന്നത്, അതായത് ഈ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. H ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും വന്നു. ഇനി അത് C2Z ഓപ്പറേഷൻ നടത്തി. നോക്കൂ, C2Z ഈ ഞാൻ മൗസ് പോയിന്റ് കൊണ്ട് കാണിക്കുന്ന ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ആക്സിസിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. H ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും മാറി. ഒറിജിനൽ കോൺഫിഗറേഷൻ റീജനറേറ്റ് ചെയ്തു. See, this is equivalent to another single operation. നോക്കൂ, H വാട്ടർ മോളിക്യൂൾ, ആദ്യത്തെ വാട്ടർ മോളിക്യൂൾ തന്നെയാണ് ഇത്. അതിനെ സിഗ്മ ഡാഷ് വി YZ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, ഒരു റിഫ്ലക്ഷനാണ്. ഏത് റിഫ്ലക്ഷനാ? മോളിക്യൂളിന്റെ സെയിം പ്ലെയിനിൽ ഈ 3 ആറ്റങ്ങളിൽ കൂടെ കടന്നു പോകാവുന്ന ഒരു പ്ലെയിൻ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ അതുപോലെ തന്നെ മോളിക്യൂൾ ഇരിക്കും. HB റൈറ്റ് സൈഡ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഏതാ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ സിഗ്മ വി എക്സ്. അപ്പൊ റൈറ്റ് സൈഡ് അത് വരണം. അപ്പൊ C2Z ഡോട്ട് സിഗ്മ വി എക്സ് സെറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് വി YZ എന്ന് എഴുതേണ്ടി വരും. നോക്കിയേ, സിഗ്മ വി എക്സ് സെറ്റ് ഡോട്ട് C2Z ഈസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് വി YZ. അല്ല, അങ്ങനെയല്ല പറഞ്ഞേ? ആദ്യം സിഗ്മ വി എക്സ് സെറ്റ്, പിന്നെ C2Z. ഓക്കെ, കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇതും വേറൊരു ആ ഗ്രൂപ്പിലെ മറ്റൊരു എലമെന്റ് ആണ്. ഏതെങ്കിലും 2 എലമെന്റിന്റെ പ്രൊഡക്റ്റ് ആ ഗ്രൂപ്പിലെ എന്തായിരിക്കണം? മെമ്പർ ആയിരിക്കണം. എന്നാലും മാത്തമാറ്റിക്കൽ ഒരു ഈ പറയുന്ന ക്ലോഷർ റൂൾ അനുസരിച്ച് അത് സാറ്റിസ്ഫൈ. പ്രൊഡക്റ്റ് സിഗ്മ ഡാഷ് വി YZ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്. ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് എനി അതർ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ വിൽ ഓൾസോ yield ദ പ്രൊഡക്റ്റ് വിച്ച് ഈസ് എ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്. ഇതിൽ 4 മെമ്പർ ഉള്ളത് ഏത് പ്രൊഡക്റ്റ് എടുത്താലും, ഏത് 2 എലമെന്റ് നിങ്ങൾ ചൂസ് ചെയ്താലും, 4 ഉണ്ട്, റാൻഡം നിങ്ങൾ ഏത് വേണം എടുത്തോ, 2 അത് 2ന്റെയും പ്രൊഡക്റ്റ് ആ ഗ്രൂപ്പിലെ മറ്റൊരു എലമെന്റ് ആയിരിക്കും. ഇനി അഡ്ഹറൻസ് ടു ഐഡന്റിറ്റി റൂൾ. The group has an identity operation as one element which commutes with all others and leaves them unchanged. You know what is meant by identity operator and its operation. Leave nothing, do nothing or leave unchanged the molecule. The original existence is the identity operator, that is E. നോക്കൂ, വാട്ടർ മോളിക്യൂൾ YZ പ്ലെയിനിൽ നിൽക്കുന്ന വാട്ടർ മോളിക്യൂൾ ഞാൻ C2Z എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തി. 180 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? മോളിക്കുലർ പ്ലെയിനിലാണ് റിഫ്ലക്ഷൻ നടത്തുന്നത്. സോറി, മോളിക്കുലർ പ്ലെയിനിലല്ലോ ഞാൻ പറഞ്ഞത്, അതിവിടെ ആപ്ലിക്കബിൾ അല്ല, അടുത്തതിലാണ് നമുക്ക് വരുന്നത്, മുൻപിലാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ C2Z ആക്സിസ്. ഈ C2Z ആക്സിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ H ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും മാറി. നോക്കൂ, ഇനി അതിന് ഐഡന്റിറ്റി ഓപ്പറേറ്റർ നമ്മൾ ചെയ്യുന്നു. അതായത് എന്താ? നമ്മളൊന്നും ചെയ്യുന്നില്ല, മോളിക്യൂൾ ഒരു ഓപ്പറേഷനാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. എന്താ നോക്കൂ, ആ മോളിക്യൂളിന് ഒരു മാറ്റമില്ല. ഇനി ഇതിൽ ഞാൻ C2Z ഓപ്പറേഷൻ നടത്തുന്നു. നോക്കിയേ, ഇതാണ് C2Z. തൊട്ടുമുമ്പ് കിട്ടിയ റിസൾട്ട് തന്നെ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ ഒരു കമ്പൈൻഡ് ഓപ്പറേഷൻ ആണ് നടത്തിയത്. ആദ്യം ഏതാ? C2Z ഡോട്ട് E എന്ന് പറയുന്ന റിസൾട്ടാണ് ഈ ഓപ്പറേഷൻ വഴി നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെ എഴുതേണ്ടി വരും? E ഡോട്ട് C2Z എന്ന് എഴുതേണ്ടി വരും. കാരണം ആദ്യം ചെയ്തത് ഏതാ? C2Z. അത് റൈറ്റിൽ എഴുതും, പിന്നെ ലെഫ്റ്റിൽ. കാരണം ഓപ്പറേറ്റേഴ്സ് ഈ നമ്മൾ സിമ്മട്രി എലിമെന്റ് ഓപ്പറേഷൻസ് റൈറ്റിലും ലെഫ്റ്റിലേക്കും റീഡ് ചെയ്യാം. അപ്പോൾ ഈ E ഡോട്ട് C2Z ഈസ് ഈക്വൽ ടു C2Z തന്നെയാണ്. നമുക്കറിയാം ഐഡന്റിറ്റി റൂൾ അനുസരിച്ച് ഒരു അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 1 എന്ന് പറഞ്ഞാൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് സെയിം റിസൾട്ട് വരുന്ന പോലെ തന്നെ. ഇനി നേരെ തിരിച്ചു, ആദ്യം ഈ മോളിക്യൂളിനെ വാട്ടർ മോളിക്യൂൾ ഇൻവേർട്ടഡ് വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആംഗുലർ ആയിട്ട് നിൽക്കുന്ന ഇൻവേർട്ടഡ് ഫോമിലുള്ള വാട്ടർ മോളിക്യൂളിൽ ഞാൻ ഐഡന്റിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നു. മോളിക്യൂളിൽ ഒരു മാറ്റമില്ല. അതിന് വീണ്ടും C2Z ഓപ്പറേഷൻ നടത്തുമ്പോൾ മോളിക്യൂൾ ഇന്റർചേഞ്ച് ചെയ്യും. അതായത് HBയുടെ പൊസിഷനിലേക്കും HB HAയുടെ പൊസിഷനിലേക്കും വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എന്താ? C2Z ഡോട്ട് E. കറക്റ്റ് അല്ലേ? അപ്പോൾ അത് കമ്മ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ C2Z ഡോട്ട് E എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ കാണിച്ചിട്ടുള്ളത് ഈസ് ഈക്വൽ ടു E ഡോട്ട് C2Z. തൊട്ട് മുമ്പ് പറഞ്ഞ ഓപ്പറേഷനാണ്. ഈസ് ഈക്വൽ ടു C2Z. മനസ്സിലാക്കാണ് ഞാൻ വിചാരിക്കുന്നു. ആദ്യം കാണിച്ചിട്ടുള്ളത് ഈ ഓപ്പറേഷനാണ്. ഇത് കാണിച്ചിട്ടുള്ളത് തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഓപ്പറേഷനാണ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് രണ്ടുമാണ് കാണിച്ചിരുന്നത്. ഇത് C2Z ഒറ്റ ഓപ്പറേഷൻ. ഇതിനെ
C2 സെറ്റ്, അത് കഴിഞ്ഞ് ഇ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് ഇ ഡോട്ട് C2 സെറ്റ് എന്നാണ് ഇതിനെ എഴുതേണ്ടത്. ഇത് C2 സെറ്റ്, എല്ലാത്തിനും സെയിം റിസൾട്ടാണ്. അത് കമ്മ്യൂട്ട് ചെയ്യുന്നു പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അസോസിയേറ്റീവ് റൂള്. അപ്പോൾ ഐഡന്റിറ്റി റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് വാട്ടർ മോളിക്യൂളിന്റെ സെറ്റ് ഓഫ് സിമെട്രി എലമെന്റ്സിൽ. ഇനി അസോസിയേറ്റീവ് റൂള്, ദ മൾട്ടിപ്ലിക്കേഷൻ A of BC, that is C2Z. ഇവിടെ A stands for C2Z, B stands for sigma V X set, C stands for sigma dash V Y set. അപ്പോൾ ഇവിടെ ആദ്യം ഇതിന്റെ കമ്പൈൻഡ് ഓപ്പറേഷൻ ആണ് BC. അപ്പോൾ എയും ബിയും സിയും നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് കണ്ടൻസ് ഫോമിൽ ഇത് കാണിച്ചിട്ടുള്ളത് കാരണം അല്ലെങ്കിൽ കണ്ടമാനം സ്ലൈഡുകൾ കയറി പോകും. അതുകൊണ്ട് തന്നെ പല സ്ലൈഡിലും നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് ഒറ്റ സ്ലൈഡ് കാണിച്ചിട്ടുള്ളതാണ്. വാട്ടർ മോളിക്യൂള് YZ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂള്. അതിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും, സിഗ്മ ഡാഷ് വി YZ എന്നൊരു ഓപ്പറേഷൻ. എന്താ സിഗ്മ ഡാഷ് YZ? YZ പ്ലെയിൻ മോളിക്യൂളിൽ ഈ മോളിക്യൂളിന് ഒരു മാറ്റവും അതുപോലെ തന്നെ ഇരിക്കും, ഒരു മാറ്റമില്ല. അതിൽ സിഗ്മ വി XZ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി. അതായത് ഏതാ, ഈ പ്ലെയിനിൽ Z ആക്സിൽ കൂടെ പ്ലാസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, പ്രിൻസിപ്പൽ പ്ലെയിനിൽ കൂടെ കടന്നു പോകുന്ന, ഇത് പ്രിൻസിപ്പൽ പ്ലെയിൻ ഏതാ, C2 പ്ലെയിൻ. അതിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിനിനെ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും. നോക്കി ആ റിസൾട്ട് നോക്കി. അപ്പൊ ഇവിടെ ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാവാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഏതാ, സിഗ്മ ഡാഷ് വി YZ, അതായത് അത് പ്ലെയിൻ മോളിക്കുലാർ പ്ലെയിൻ ആണ്. ഈ മോളിക്യൂളിന്റെ ബോഡിന്റെ സ്ക്രീനിന്റെ പ്ലെയിനിൽ ഞാൻ റിഫ്ലക്ഷൻ എടുത്താൽ മോളിക്യൂളിൽ ഒരു മാറ്റമില്ല. ഇനി അതിന്റെ അടുത്ത കമ്പൈൻഡ് ഓപ്പറേഷൻ പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കുന്ന ഈ ഈ മോളിക്കുലാർ പ്ലെയിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ പ്രിൻസിപ്പൽ ആക്സിലൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിനിൽ സിഗ്മ വി XZ എന്ന് പറയുന്ന ഈ പ്ലെയിനിൽ ഞാൻ റിഫ്ലക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യും, HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും. ആ പ്രോഡക്റ്റ് ഓഫ് കോമ്പിനേഷൻ റിസൾട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അത് തന്നെ ഒരു സിംഗിൾ ഓപ്പറേഷൻ കൊണ്ട് കൊണ്ടുവരാൻ നമുക്ക് C2 സെറ്റ് ആണ് അത്, കാരണം അടിയിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് Z ആക്സിസ്. ഈ Z ആക്സിസിൽ മൗസ് പോയിന്റോട് ഞാൻ കാണിക്കുന്നു Z ആക്സിസ്. ഈ Z ആക്സിസ് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം റിസൾട്ട് ഉണ്ടാക്കും. ഇനി ഇതേ മോളിക്യൂളിനെ ഞാൻ വീണ്ടും C2 സെറ്റ് ആക്സിസിൽ ഒരു റൊട്ടേഷൻ കൂടി നടത്തുന്നു, 180 ഡിഗ്രി റൊട്ടേഷൻ. അപ്പോൾ വീണ്ടും HB ഇപ്പുറത്തേക്കും HA ഇപ്പുറത്തേക്കും മാറി വരും. ഒറിജിനൽ സിറ്റുവേഷൻ റീജനറേറ്റ് ചെയ്യും. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ എന്താ പറയുക, 3 ഓപ്പറേഷൻസ് സക്സസീവ് ആയിട്ട്. ഇപ്പോൾ ഇവിടുത്തെ 3 ഓപ്പറേറ്റേഴ്സ് ഏതാ, A ഏതാ, C2 സെറ്റ്, കാരണം അത് ലെഫ്റ്റിൽ എഴുതിയാണ്. A C2 സെറ്റ് ആണ്. ഇവിടെ B ഏതാ, ഏറ്റവും ആദ്യം ചെയ്ത ഓപ്പറേറ്ററാണ് C, അതേതാ, സിഗ്മ ഡാഷ് വി YZ. അപ്പൊ B ഏതാ, സിഗ്മ വി XZ. A ഏതാ, C2Z. 3 ഓപ്പറേറ്റേഴ്സിന്റെ പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അസോസിയേറ്റ് റൂൾ നിങ്ങൾക്ക് മാത്സിൽ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ പ്രൂവ് ചെയ്യാനാണ് പോണേ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് AB ഓഫ് C, ഈ ഓർഡർ മാറ്റി പകരം ഞാൻ തിരിച്ചു ചെയ്യുന്നു. ഏതാ, ഇവിടെ AB എന്ന് പറയുന്നത് A ഏതായിരുന്നു, C2 സെറ്റ്, A C2 സെറ്റ്. B ഏതാ, ഇവിടെ കണ്ട മനസ്സിലാവും, സിഗ്മ വി XZ അല്ലേ. AB പ്രൊഡക്റ്റ് എടുത്തു, അതില് ഇത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏതാ ആദ്യം ചെയ്യണ്ടേ, സിഗ്മ ഡാഷ് വി YZ ആണ് ആദ്യം, കാരണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സിഗ്മ ഡാഷ് വി YZ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആദ്യം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു വാട്ടർ മോളിക്യൂളിൽ. YZ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂളിൽ നോക്കൂ, സിഗ്മ ഡാഷ് വി YZ അത് മോളിക്കുലാർ പ്ലെയിൻ തന്നെയാണ്. അതുകൊണ്ട് മോളിക്യൂളിന് ഒരു മാറ്റമില്ല, റിഫ്ലക്ഷൻ കഴിഞ്ഞാലും സെയിം റിസൾട്ടാണ് ഉണ്ടാവുക. ഇനി അത് കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ഈ പറയുന്ന ഈ AB ഓഫ് C എന്ന് പറയുന്ന ആ ഓപ്പറേറ്ററിൽ C നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് ഇനി എന്ത് വേണം, സിഗ്മ വി XZ ആദ്യം, അത് കഴിഞ്ഞ് C2 സെറ്റ് നടത്തണം. അപ്പൊ ആദ്യം സിഗ്മ വി XZ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മോളിക്കുലാർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ, അതിനാണ് റിഫ്ലക്ഷൻ എടുക്കുന്നത്. ഈ HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും മാറും, ശരിയല്ലേ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ആ സെയിം Z ആക്സിസിൽ ഞാൻ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ HA ഇങ്ങോട്ട് മാറിയത് പിന്നെ ഇങ്ങോട്ട് മാറിയത് ഒരു 180 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ പൊസിഷനിലേക്ക് റീജനറേറ്റ് ചെയ്യും. HA ഒറിജിനൽ സ്ഥലത്തും HB ഒറിജിനൽ സ്ഥലത്തും പഴയ സ്ഥലത്ത് തിരിച്ചു വരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, HB എന്ന് പറയുന്ന മോളിക്യൂൾ ഇൻവെർട്ടഡ് വെർട്ടിക്കലായിട്ട് V ഷേപ്പ്ഡ് ഇൻവെർട്ടഡ് സ്ട്രക്ചറിലുള്ള മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതാ, YZ പ്ലെയിനിൽ. ഇത് പ്രിൻസിപ്പൽ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആണ്.
പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ല, പ്രിൻസിപ്പൽ ആക്സ് ഓഫ് റൊട്ടേഷൻ ആണ്, അത് C2 ആണ്. അപ്പോൾ ഇതിൽ ഈ ഓർഡർ അനുസരിച്ച് ആദ്യം റൈറ്റിലെ ഓപ്പറേറ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക സിഗ്മ വി എക്സെറ്റ്. കറക്റ്റ് അല്ലേ? സിഗ്മ വി എക്സെറ്റ് എന്ന് പറയുമ്പോൾ ഈ മോളിക്കുലാർ പ്ലെയിനെ കട്ട് ചെയ്യുന്ന രണ്ട് ഹാഫായിട്ട് കട്ട് ചെയ്യുന്ന പ്ലെയിനിലാണ് റിഫ്ലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും മാറിപ്പോകും. തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ ഉടനെ C2 സെറ്റ് ഒരു 180 ഡിഗ്രി റൊട്ടേറ്റും കൂടി ചെയ്യും. അപ്പോഴാണ് C2 സെറ്റ് ഡോട്ട് സിഗ്മ വി എക്സെറ്റ്. അപ്പോൾ പഴയ റിസൾട്ട് റീജനറേറ്റ് ചെയ്യും. നോക്കി ഇവിടെ നോക്കി HA HB. ഇനി അത് തന്നെയാണ് സിഗ്മ ഡാഷ് വി വൈ സെറ്റ് എന്ന് പറയുന്ന ഈ മോളിക്കുലാർ പ്ലെയിനിലുള്ള റിഫ്ലക്ഷൻ. ഒരു മാറ്റമില്ല, HA HB. ഇവിടെ കാണിച്ച പോലെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ഇത് വല്ല എന്താ പറയുക ക്ലാസ് റൂമിലിരുന്ന് വരച്ച് കാണിച്ച് മോഡൽ കാണിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ്. ഈ ഓൺലൈൻ സംവിധാനത്തിൽ ഇത്രയും നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല മനസ്സിരുത്തി ചിന്തിച്ച് എഴുതി വരച്ച് നോക്കുക. അവിടെ നമുക്ക് നിർവാഹമില്ല. ഇനി നമുക്ക് ക്ലാസ് റെഗുലർ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾ ഷെയർ ചെയ്താൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഫർദർ എക്സ്പ്ലനേഷൻ ഇതുകൊണ്ട് ഈ മീഡിയത്തിൽ കൂടെ എത്ര പറ്റാവുന്നോ ആ തരത്തിലുള്ള ഞാൻ എക്സ്പ്ലനേഷൻ നടത്തി തരാം. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഫൈനൽ കോൺഫിഗറേഷൻ ഇസ് സെയിം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കേസിൽ നോക്കൂ, ഈ A ഓഫ് BC ആണോ അല്ലെങ്കിൽ AB ഓഫ് C ആണോ? ആദ്യത്തെ ഓപ്പറേറ്റർ നമ്മൾ ഏതാ? A ഓഫ് BC. 3 ഓപ്പറേറ്റർ സൈമൾട്ടേനിയസ് ആണ്. ഇവിടെ ഓർഡർ മാറ്റി AB ഓഫ് C. ആദ്യം C, പിന്നെ അതിൽ B Aയും കൂടിയുള്ള പ്രൊഡക്റ്റ്. ഇവിടെ അങ്ങനെയല്ല, ആദ്യം Cയും Bയും കൂടിയുള്ള പ്രൊഡക്റ്റ് പിന്നെ A. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മുമ്പ് പറഞ്ഞ പോലെ A ഓഫ് BC ഈസ് ഈക്വൽ ടു AB ഓഫ് C എന്ന് പറയുന്ന റിസൾട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിയേ, ഇവിടെ ഇത് A ആയിരുന്നു, ഇത് Bയും Cയും കൂടിയുള്ള പ്രൊഡക്റ്റ്. ഇവിടെ നോക്കിയേ, Aയും Bയും കൂടിയുള്ള പ്രൊഡക്റ്റ് ആണിത്. ഇതേതാ? C. തൊട്ട് മുമ്പ് പറഞ്ഞ റിസൾട്ട് നമ്മൾ സാറ്റിസ്ഫൈ ആണ്. ദ എക്സാമ്പിൾ ഷോസ് ദാറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അപ്പോൾ ഗ്രൂപ്പിലെ എലമെന്റ്സ് തമ്മിൽ ഉണ്ടാവേണ്ട അടുത്ത അല്ലെങ്കിൽ ഗ്രൂപ്പ് എലമെന്റ്സ് ഒബ്സർവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒബേ ചെയ്യേണ്ട അടുത്ത റൂളാണ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. എലമെന്റ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആവണം. Then adherence to inverse rule. With respect to the set of symmetry operations under consideration, we can see that each operation in the set is the inverse of itself. Example, sigma v x set dot sigma v x set. ഒരേ ഓപ്പറേഷൻ 2 പ്രാവശ്യം ചെയ്താൽ റിസൾട്ട് ക്യാൻസൽ ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഇനി എക്സാമ്പിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ തന്നെ മോളിക്കുലാർ പ്ലെയിനിൽ നമ്മൾ മോളിക്കുലാർ പ്ലെയിനിൽ റിഫ്ലക്ഷൻ എടുക്കുന്നു. ഒറിജിനൽ കോൺഫിഗറേഷൻ തന്നെ വരും. വീണ്ടും ഒരു റിഫ്ലക്ഷൻ, ഒരു മാറ്റമില്ല, വീണ്ടും തന്നെ ചെയ്യും. ഇനി വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിലോ, അതായത് പെർപെൻഡിക്കുലർ മോളിക്കുലാർ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ഞാൻ റിഫ്ലക്ട് ചെയ്യണമെങ്കിലോ ഇന്റർചേഞ്ച് ചെയ്യും. ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ HA ഇപ്പുറത്തേക്കും HB ഇപ്പുറത്തേക്കും ഇന്റർചേഞ്ച് ചെയ്യും. വീണ്ടും റിഫ്ലക്ഷൻ എടുക്കുമ്പോഴോ വീണ്ടും ഇന്റർ ചെയ്യുമ്പോൾ ഒറിജിനൽ കോൺഫിഗറേഷൻ റീജനറേറ്റ് ചെയ്യും. നോക്കൂ, HA O HB സിഗ്മ വി എക്സെറ്റ്. സിഗ്മ വി മോളിക്യൂള് ഏത് പ്ലെയിനിലാണ് നിൽക്കണ്ടേ? YZ പ്ലെയിനിൽ. അപ്പോൾ ഈ പ്ലെയിനിൽ മൗസ് പോയിന്റ് മൂവ് ചെയ്യുന്ന നോക്കി, ആ പ്ലെയിനിൽ ഞാൻ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇന്റർചേഞ്ച് ചെയ്യും. HBയിലേക്കും HB HAയുടെ പൊസിഷനിലേക്കും വരും. അതിവിടെ വീണ്ടും സെയിം പ്ലെയിനിൽ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് ഒറിജിനൽ റിസൾട്ട് റീജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ കാര്യം ഏതാ? സിഗ്മ വി എക്സെറ്റ് ഡോട്ട് സിഗ്മ വി എക്സെറ്റ് ഈസ് ഈക്വൽ ടു ഈ ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഐഡന്റിറ്റി ഓപ്പറേറ്റർ മുമ്പ് പറഞ്ഞത്, ഐഡന്റിറ്റി ഓപ്പറേറ്റർ അല്ല ഇവിടെ പറയുന്നത്, ഇൻവേഴ്സ് റൂൾ. ഒരു ഓപ്പറേറ്റർ അതിന്റെ ഇൻവേഴ്സ് ഓപ്പറേറ്ററോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആയിട്ട് വരും. സെയിം റിസൾട്ട് റിപ്പീറ്റ് ചെയ്യും. ദ ഫോർത്ത് കണ്ടീഷൻ, നെയിംലി ദ ഇൻവേഴ്സ് റൂൾ ഇസ് ദസ് സാറ്റിസ്ഫൈഡ്. ഇനി അടുത്ത കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ആണ്, ഗ്രൂപ്പുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്സ്. ഇൻഫൈനൈറ്റ് സാധനം പറയാൻ ഇൻഫിനിറ്റ് എന്നാ പറയാം. ഇൻഫിനിറ്റ് എന്ന സംഗതി നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്രഷനിൽ പോകുന്നില്ല. കൂടുതൽ വലിച്ചു നീട്ടിയാൽ വീഡിയോ ദീർഘിപ്പിച്ചു പോകും, അല്ലെങ്കിൽ ദീർഘിച്ചു പോകും, നമ്മുടെ ഡേറ്റ നഷ്ടം വരും. In a finite group, there are only a limited number of elements. Thus, the group E, A1, A2, A3, etc. up to AN. There should be a finite number, that's all. Represents a finite group. Okay? ഒരു ഡെഫിനിറ്റ് നമ്പർ എലമെന്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. അപ്പൊ എന്തായിരിക്കും ഇൻഫിനിറ്റ് ഗ്രൂപ്പ്? നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് തന്നെ നമ്പർ വളരെയധികം ഉണ്ടാവും. In an infinite group, there will be an unlimited number of elements. A group like E, A1, A2, A3, etc. up to A infinity, uncountable ആണ്, represents an infinite group.
അവിടെ എ അല്ല വേണ്ടേ, ആൻ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്നാണ് തെറ്റിപ്പോയതാണ്. ആൻ ഇൻഫിനിറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഗോട്ട് ദ ഐഡിയ. എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ലൈക്ക് C infinity and D infinity associated with linear molecules would be an infinite group. HCl പോലുള്ള മോളിക്യൂള് അല്ലെങ്കിൽ N2 പോലെയുള്ള മോളിക്യൂള്, ഹൈഡ്രജൻ H2 മോളിക്യൂള് ഒക്കെ ഇൻഫിനിറ്റ് ആക്സ് ഉള്ളതാണ്. അതായത് C2 എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, C3 എന്ന് പറഞ്ഞുകൂടാ, C4 എന്നോ C6 എന്നോ C ഇൻഫിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. C ഇൻഫിനിറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും അത് എന്താ പറയുക എണ്ണി തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫൈനൈറ്റ് അല്ല, നമ്മളതിനെ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. The number of elements in a finite group is called its order. Is usually denoted by the letter H, small letter H. Rarely it is indicated by capital H also. Anyway, usually small h is used to represent the number of elements in a group. The point group C2b to which water molecule belongs containing the elements. Already നമ്മൾ കണ്ടതാ, ഏതായാലും 4 എലിമെന്റാ പറഞ്ഞേ, E, C2z, sigma v xz, sigma dash v yz. അപ്പോൾ ആ സെറ്റിൽ, ആ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പിൽ അതൊരു സെറ്റ് ആകുന്നു. ആ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പിൽ 4 മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, വാല്യൂ ഓഫ് H is equal to 4. The point group C3b to which NH3 belongs containing the following elements: E, C3, C3 square, sigma v, sigma dash v, sigma 2 dash v. How many elements? 1, 2, 3, 4, 5, 6. ഓക്കെ, ഇവിടെ 3, 3, 6 എലമെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? എച്ചിന്റെ വാല്യൂ എത്ര വരും? 6. അപ്പോൾ ഇവിടെ നിങ്ങൾ മുൻപ് കണ്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾ കാണാൻ ഒരു അഡീഷണൽ എലമെന്റ് നിങ്ങൾ കാണും, C3 സ്ക്വയർ. C3 ആക്സിസിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ C3, 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ C3 സ്ക്വയർ, 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ C3 ക്യൂബ്. അത് E ആണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞു. സാധാരണ ഇത് അങ്ങനെ പല കേസിലും ഉപയോഗിക്കാറില്ല. ഇതിൽ ഉപയോഗിക്കുന്ന കാരണം നമ്മൾ പറഞ്ഞ 4 റൂള് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതാ? ക്ലോഷർ റൂള്, അസോസിയേറ്റ് റൂള്, ഐഡന്റിറ്റി റൂള്, ഇൻവേഴ്സ് റൂള്. ഇങ്ങനെ 4 റൂള് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സംഭവിക്കണേ, എന്ത് വരണേ, ഈ സംഗതി ഇതുപോലെ വരണേ. ഈ C3 സ്ക്വയറും കൂടി ഉൾപ്പെടും. എന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് സ്ക്വയർ ഇതൊക്കെ അതിൽ മെമ്പറായിട്ട് വരുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാണ്. നമ്മൾ ഹയർ തിയറികളാണ്, നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ C3v ഗ്രൂപ്പ്, അമോണിയം മോളിക്യൂൾ ഉൾപ്പെടുന്ന C3v ഗ്രൂപ്പിന്റെ പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 6 ആണ്. കാരണം എന്താ? 6 മെമ്പേഴ്സ് സെറ്റിലുണ്ട്. സിമെട്രി ഓപ്പറേറ്റേഴ്സ് സെറ്റിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ അടുത്തൊരു കോൺസെപ്റ്റ് ഇതാണ്, അബിലിയൻ ഗ്രൂപ്പ്സ് ആൻഡ് നോൺ അബിലിയൻ ഗ്രൂപ്പ്സ്. എന്താണ് അബിലിയൻ ഗ്രൂപ്പ്സ് നോക്കിക്കോളൂ. എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ എലമെന്റ്സ് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ ഇസ് കോൾഡ് ആൻ അബിലിയൻ ഗ്രൂപ്പ്. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ഓർഡർ. എന്താണ് നിങ്ങൾ കമ്മ്യൂട്ടേറ്റീവ് ഓർഡർ മാറ്റിയാൽ റിസൾട്ട് സെയിം റിസൾട്ട് വരുന്ന കേസിലാണ് കമ്മ്യൂട്ടേഷൻ പ്രോപ്പർട്ടി കാണിക്കുക. കമ്മ്യൂട്ടേഷൻ പ്രോപ്പർട്ടി നമ്മൾ പറയാം. ആ കേസിൽ അബിലിയൻ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുക. അതായത് എലമെന്റ്സ് എല്ലാം കമ്മ്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ അബിലിയൻ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. അല്ലാത്ത കേസിലാണ്. എക്സാമ്പിൾ നോക്കിയോളൂ. ദ ഗ്രൂപ്പ് C2v to which H2 belongs is an abelian group. The multiplication is commutative for any pair of its elements, E, C2z, sigma v xz and sigma dash v yz. ഇവ എങ്ങനെ നിങ്ങൾ മോളിക്യൂൾ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ, നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ടുകളിലൊക്കെ ഇതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക പോസ് ചെയ്ത് ബാക്ക് പോയിക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഏത് മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും തിരിച്ച് ഓർഡർ മാറ്റി കഴിഞ്ഞാൽ സെയിം റിസൾട്ട് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് C2v വാട്ടർ മോളിക്യൂളിൽ ഉൾപ്പെടുന്ന C2v ഗ്രൂപ്പ് എന്താ? അബിലിയൻ ഗ്രൂപ്പാണ്. Then non-abelian group, the group for which multiplication is not commutative for some pairs of the elements is called non-abelian group. In this case, many members of that group may satisfy this abelian criteria. That means commutative property, but not for all. What I mean is this. You might have got the idea. എന്താ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എല്ലാ പെയറും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കില്ല. എല്ലാ പെയർസ് ഓഫ് എലമെന്റ്സും കമ്മ്യൂട്ടേറ്റീവ്, ചിലതൊക്കെ കാണിക്കും, മെജോറിറ്റി കാണിക്കും. ഏതെങ്കിലും 2 എണ്ണെങ്കിലും ഈ പറഞ്ഞ നോൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് ഉണ്ടാവും. എക്സാമ്പിൾ, ദ പോയിന്റ് ഗ്രൂപ്പ് C3v to which NH3 belongs containing elements E, C3, C3 square, sigma v, sigma dash v, sigma dash 2 dash v is a non-abelian group even though some elements commute with each other, some will not. കുറച്ചെണ്ണം കമ്മ്യൂട്ട് ചെയ്യില്ല, പക്ഷെ എല്ലാം കമ്മ്യൂട്ട് ചെയ്തോളന്നില്ല. അപ്പം അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ അബിലിയൻ ഗ്രൂപ്പ്സ്. ഈ അടുത്ത് ഈ മോളിക്യൂൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പോയിന്റ് ഗ്രൂപ്പ്സ്.
ഓരോ മോളിക്യൂളിനും ഈ മോളിക്യൂൾസിന്റെ പല പോയിന്റ് ഗ്രൂപ്പുകൾ സിമെട്രി അനുസരിച്ച് അവരുടെ ഓർഡർ അനുസരിച്ച് പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മളതിനെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഏറ്റവും നന്നായിട്ട് പല സയന്റിസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷോൺ ഫ്ലൈസ് നോട്ടേഷൻ ആണ്. ഷോൺ ഫ്ലൈസ് ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ് എൻ്റെ ഓർമ്മ. ഇനി എത്ര ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല. ഷോൺ ഫ്ലൈസ് നോട്ടേഷൻ എന്ന് പറയുന്നത് The Schonfly symbol representing a point group denotes sufficient symmetry elements in molecules conforming to that group and associated operations can be identified from the symbol. അതായത് ആ നോട്ടേഷൻ ഒരു മോളിക്യൂളിന്റെ നോട്ടേഷൻ മനസ്സിലായാൽ ഏതൊക്കെ സിമെട്രി ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കൃത്യം മനസ്സിലാവും. ഓക്കെ, നമ്മൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. Based on the degree of symmetry they possess, molecules may broadly be categorized into 3 classes. അപ്പോൾ ഈ സിമെട്രി ഒരു മോളിക്യൂളിന് എത്ര സിമെട്രി ഉണ്ടോ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് മോളിക്യൂളിനെ 3 തരമായിട്ടാണ് തിരിക്കുക, 3 കാറ്റഗറി. മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി, സിമെട്രി വളരെ കുറഞ്ഞ ഗ്രൂപ്പുകൾ. അടുത്തത് മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രി, വളരെ കൂടിയത്. മോളിക്യൂൾസ് ഓഫ് സ്പെഷ്യൽ സിമെട്രി, ഇതിനൊക്കെ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നു. MLS, MHS, MSS. MLS എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി. MHS എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രി. മോളിക്യൂൾസ് ഓഫ് സ്പെഷ്യൽ സിമെട്രി ആണ് MSS. ഓക്കെ, വളരെ അപൂർവം മോളിക്യൂൾസിന് അതിൽ വരുള്ളൂ. ഈ മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ലോ സിമെട്രിയും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി MLS. MLS class contains molecules which possess only a mirror plane sigma or an inversion center I as their characteristic symmetry element or no symmetry element at all other than E. ലോ സിമെട്രി MLS കാറ്റഗറിയിൽ, മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ മോളിക്യൂൾസിന് എന്തുണ്ടോ ഒന്നുകിൽ ഒരു സിഗ്മ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഇൻവേർഷൻ പോയിന്റ്, സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയും. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഈ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എല്ലാത്തിനും ഉള്ളതാ. ഈ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സിഗ്മ, ചിലപ്പോൾ I, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് MLS, മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി. ഒരു പോയിന്റ് ഗ്രൂപ്പാണ് അത്. ഇനി അതിലെ എക്സാമ്പിൾസ് ആണ് ഗ്രൂപ്പ് C1. അതിന് എക്സാമ്പിൾസ് നോക്കി. ഗ്രൂപ്പ് C1 ഈ മോളിക്യൂൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. CCl FBrH. അപ്പൊ ഈ മോളിക്യൂളിൽ എന്താ കാണാൻ നിങ്ങൾ ഏത് പ്ലെയിനിൽ നോക്കിയാലും നിങ്ങൾക്ക് ഒരു മിറർ പ്ലെയിനോ ഒരു ആക്സ് ഓഫ് റൊട്ടേഷനോ ഇതൊന്നും നിങ്ങൾക്ക് കാണില്ല. ഇതിൽ വേറെ ഒന്നുമില്ല. മിറർ പ്ലെയിൻ ഇല്ല, ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ലൈൻ ഓഫ് സിമെട്രി ഇല്ല. ആകെ എന്തുണ്ട്? E ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ C1 എന്ന് വിളിക്കുക. മോളിക്യൂൾസ് ഹാവിംഗ് നോ സിമെട്രി എലമെന്റ്സ് അറ്റ് ഓൾ അതർ ദാൻ E ആർ സെഡ് ടു ബിലോങ് ടു ദ ഗ്രൂപ്പ് C1. എക്സാമ്പിൾ ഓർത്തോളാം. അതായത് ടെട്രാഹീഡ്രൽ സെൻട്രൽ ആറ്റത്തിൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളുള്ള കേസിൽ ഇത് മാത്രമല്ല, ഇത് നമ്മൾ പേര് വിളിക്കും. ഇതിന്റെ പേര് ബ്രോമോ, ക്ലോറോ, ഫ്ലൂറോ, മെത്തൈൻ. CH4 ഓരോ ഗ്രൂപ്പുകൾ മാറിപ്പോയിട്ടുള്ളതാണ്. IBS ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കേണ്ടാവുന്ന ചോദ്യം ഇതാണ്. ഒരു മോളിക്യൂൾ അത് ഏത് പോയിന്റ് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് ചോദിക്കുക. പലപ്പോഴും 1, 2, 3 ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പല മോളിക്യൂൾസ് കണ്ടാൽ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ മോളിക്യൂളിന്റെ സിമിലർ സ്ട്രക്ചറുള്ള വേറെ മോളിക്യൂൾ നമ്മൾ നോക്കും. അപ്പോൾ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഏതാണോ അത്. അല്ലെങ്കിൽ എല്ലാം അനലൈസ് ചെയ്യാൻ ഇത്ര ഈസി അല്ല. അപ്പോൾ മനസ്സിലായില്ല. മോളിക്യൂൾസ് ഗ്രൂപ്പ് C1. അപ്പോൾ ഒരു പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി നമ്മൾ പറഞ്ഞത് പോയിന്റ് ഗ്രൂപ്പ് C1. പോയിന്റ് ഗ്രൂപ്പ് C1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്തുണ്ടാവുള്ളൂ? ഈ തൽക്കാലം ഞാൻ നിർത്തുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. കാരണം വെച്ചാൽ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ ഡേറ്റ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.